ഇനി അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് യുഎസുമായി ആണവ കരാർ ചർച്ചകളിലേക്ക് കടക്കുന്നതിനിടെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചുള്ള പ്രകോപനങ്ങൾ. അമേരിക്കൻ യുദ്ധക്കപ്പൽ എബ്രഹാം ലിങ്കണിന് നേരെ ഇറാനിയൻ ഡ്രോൺ പാഞ്ഞെടുത്തു. യുഎസ് ഇത് വെടിവെച്ചിട്ടു. ഇതിനിടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടു നൽകില്ലെന്ന് അയത്തുള്ള അലി ഖമനേയി പറഞ്ഞതും ചർച്ചകളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അജയ് സുധ ബിജു വിവരങ്ങളുമായി. അജയ്, അമേരിക്കൻ പടക്കപ്പലിന് നേരെ ഒരു ഡ്രോൺ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർ ഏതു വിധേനയും അത് ചെറുക്കും. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുമോ? ശ്രീജ, ഇറാൻ രണ്ട് തരത്തിലും ഇക്കാര്യത്തിനോട് പ്രതികരിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ അവർ പറയുന്നത് ചർച്ചകൾക്ക് തയ്യാറാണ്, യു എസുമായി സഹകരിക്കാൻ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം അവരുടെ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. എന്നാൽ ആയത്തുള്ള അലി ഖമനയുടെ മുഖ്യ ഉപദേഷ്ടാവ് ഇപ്പോൾ നിലവിൽ പറയുന്നത് ഭീഷണിക്ക് വഴങ്ങി യു എസിനോട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് യു എസുമായി വ്യാപാരം നടത്താൻ തങ്ങൾ വിസമ്മതിക്കുന്നു എന്നെല്ലാമാണ് ആയത്തുള്ള അലി ഖമനയുടെ മുഖ്യ ഉപദേഷ്ടാവ് പറഞ്ഞത്. എന്നാൽ ഈ ആണവ കരാർ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോകുന്നതായി ഇദ്ദേഹം യാതൊരു സൂചനകളും നൽകിയിട്ടില്ല. ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ അത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ച് തന്നെ വരുന്നുണ്ട്. ട്രംപ് എങ്ങനെയാണോ നിൽക്കുന്നത് അതിൽ നിന്ന് ഒരുപടി തങ്ങളും ഒട്ടും പിന്നോട്ടില്ല എന്നുള്ള തരത്തിൽ അതുപോലെ തന്നെ പ്രകോപനപരമായിട്ടുള്ള വാക്കുകളാണ് പലപ്പോഴും ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്നാൽ ഒരു സമന്വയ ചർച്ചയ്ക്ക് പലപ്പോഴും ഒരു നീക്കമുണ്ടാകുന്നത് അവരുടെ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. അത്തരത്തിലാണ് ഒരു ഇസ്താംബൂളിൽ വെച്ചൊക്കെ ഒരു മധ്യസ്ഥ തല ചർച്ചകൾ ഈ അറേബ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടത്താം എന്ന് ഇറാൻ പിന്നീട് സമ്മതിക്കുകയുൾപ്പെടെ ചെയ്തത്. ഇതിനിടയിൽ ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിനിടെയാണ് യു എസിൻ്റെ എബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പലിന് നേരെ ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. ഇതൊരു ആക്രമണമാണോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഭവമാണോ എന്നൊന്നും സ്ഥിരീകരിക്കാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഇത്തരത്തിൽ ഇറാന്റെ തെക്കൻ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന യു എസിൻ്റെ യുദ്ധക്കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കണ് നേരെ ഒരു ഇറാനിയൻ ഡ്രോൺ പാഞ്ഞെടുത്തത്. ഈ ഡ്രോൺ ഉടൻ തന്നെ അവരുടെ സ്റ്റെൽത്ത് വിമാനം, അവരുടെ F-35C സ്റ്റെൽത്ത് വിമാനം നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതൊരു നിരീക്ഷണ ഡ്രോൺ ആണെന്നാണ് നിഗമനം. എന്നാൽ ഇതൊരു യു എസിൻ്റെ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ എബ്രഹാം ലിങ്കൺ കപ്പലിനും ഭീഷണിയായി വന്നത് കാരണമാണ് ഈ ഡ്രോൺ വെടിവെച്ചിട്ടതെന്നാണ് യു എസിൻ്റെ സെൻട്രൽ കമാൻഡ് വക്താവായിട്ടുള്ള ടിം ഹോക്കിൻസ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് ഒരു അബദ്ധത്തിൽ ഈ യു എസ് കപ്പലിന് നേരെ വന്നതാകാൻ വഴിയില്ല. കാരണം ഇറാൻ്റെ തെക്കൻ തീരത്ത് നിന്ന് ഏതാണ്ട് 800 കിലോമീറ്റർ മാറിയിട്ടാണ് യു എസിൻ്റെ കപ്പൽ നങ്കൂരമിടുന്നത്. അപ്പോൾ ഈ 800 കിലോമീറ്റർ കടന്ന് ഇറാൻ്റെ ഒരു ഡ്രോൺ പോകണം, അതും ഈ കപ്പൽ ലക്ഷ്യമാക്കി പോകണമെന്ന് പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും യു എസിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്താനായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒരു നിഗമനത്തിൽ കണ്ടുകൊണ്ടാണ് യു എസ് ഈ ഡ്രോൺ നിലവിൽ വെടിവെച്ചിട്ടത്. ഇതിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് നിലവിൽ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ നിരീക്ഷണ ഡ്രോണുകളെല്ലാം സുരക്ഷിതമാണ് എന്നൊരു പ്രസ്താവന മാത്രമാണ് ഇറാനിൽ നിന്ന് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യു എസിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഒരു സഹകരണം തന്നെയാണ് ഉണ്ടാകുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നത് ചർച്ചകൾക്ക് തയ്യാറാണെന്നുമാണ്. ഇപ്പോൾ തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ശരി, അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.